ചാത്തമംഗലം കൊല്ലയങ്കാട്ടിൽ പൂവൻ കോഴി മുട്ടയിട്ടത് കൗതുകമായി. ജോഷി കെ പോളിന്റെ വീട്ടിലാണ് അപൂർവ സംഭവം. 14 വർഷമായി ഗൾഫിലായിരുന്ന ജോഷി രണ്ടാഴ്ചത്തെ അവധിക്ക് നാട്ടിലെത്തിയപ്പോഴാണ് ഈ കൗതുക കാഴ്ചയ്ക്ക് സാക്ഷിയാകുന്നത്. ഭാര്യ ലീനയുടെ തൃശൂരിലുള്ള വീട്ടിലേക്ക് വിരുന്നുപോയ ജോഷിയും കുടുംബവും തിരികെ വരുമ്പോൾ കറിവെക്കുന്നതിനായി ഭാര്യ വീട്ടുകാർ 2 പൂവൻ കോഴികളെ നൽകുകയായിരുന്നു. ഇവ തമ്മിൽ കൊത്തുകൂടാതിരിക്കാൻ രണ്ടിനെയും പ്രത്യേകം കൂട്ടിലാക്കി. പിറ്റേന്ന് രാവിലെ കൂട് തുറക്കാനെത്തിയപ്പോഴാണ് വീട്ടുകാർ അമ്പരന്നത്. കൂട്ടിനുള്ളിൽ ഒരു മുട്ട കണ്ടപ്പോൾ ആദ്യം ആരും കാര്യമായി എടുത്തില്ല. എന്നാൽ മുട്ട പൊട്ടിച്ചു നോക്കിയപ്പോൾ അകത്ത് മഞ്ഞയോ വെള്ളയോ ഇല്ല, പൂർണ്ണമായും ശൂന്യം. അടുത്ത ദിവസവും ഇതേ സംഭവം ആവർത്തിച്ചു. വീണ്ടും കൂട്ടിനുള്ളിൽ മുട്ട, അതും പൊട്ടിച്ചു നോക്കിയപ്പോൾ അകം ശൂന്യം തന്നെ. പൂവൻ കോഴിയാണെന്ന ഉറപ്പുള്ളതിനാൽ സംഭവം വീട്ടുകാരിൽ കൗതുകവും അത്ഭുതവും സൃഷ്ടിച്ചു. കാണാൻ പൂവൻകോഴിയാണെങ്കിലും പൂവന്റേതായ സാധാരണ സ്വഭാവങ്ങളൊന്നും പ്രകടിപ്പിക്കുന്നില്ല എന്നതാണ് മറ്റൊരു കൗതുകം. സംഭവത്തെക്കുറിച്ച് മൃഗഡോക്ടറെ വീട്ടുകാർ വിവരം അറിയിച്ചിട്ടുണ്ട്. പൂവൻകോഴി മുട്ടയിട്ടെന്ന വാർത്തയറിഞ്ഞ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരും ജോഷിയുടെ വീട്ടിലെത്തി കൗതുക കാഴ്ചയ്ക്ക് സാക്ഷിയായി. ഇതിനു മുൻപ് ജോഷിയുടെ ഭാര്യ വീട്ടിൽ വെച്ച് ഈ കോഴിയെ പിടക്കോഴികൾക്കൊപ്പം പോയി അടയിരിക്കുന്നതായി കണ്ടിട്ടുണ്ടെന്ന് വീട്ടുകാർ പറയുന്നു. അന്ന് ഇടയ്ക്കിടെ അകം ശൂന്യമായ മുട്ടകൾ ലഭിച്ചിരുന്നെങ്കിലും അവ പിടക്കോഴിയുടേതാണെന്നാണ് കരുതിയത്. എന്നാൽ ഇവിടെ പൂവൻകോഴിയെ തനിച്ചൊരു കൂട്ടിലാക്കിയപ്പോഴാണ് മുട്ടയിടുന്നത് ഈ കോഴി തന്നെയാണെന്ന കാര്യം വ്യക്തമായത്. പൂവൻകോഴി മുട്ടയിട്ടതാണോ അതോ പ്രകൃതിയിലെ അപൂർവമായ മറ്റെന്തെങ്കിലും പ്രതിഭാസമാണോ ഇതിന്റെ യഥാർത്ഥ കാരണമെന്ന് മൃഗഡോക്ടറുടെ പരിശോധനയിലൂടെ വ്യക്തമാകൂ എന്ന പ്രതീക്ഷയിലാണ് വീട്ടുകാർ. വൈഫ് ഹൗസിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച കൊണ്ടുവന്നതാണ്. ശനിയാഴ്ചയും ഞായറാഴ്ചയും തിങ്കളാഴ്ച ഓരോ മുട്ട കിട്ടി. ഇതിൽ വെച്ച് കഴിഞ്ഞാൽ മുട്ട നിവർന്ന് വെക്കും. ഉള്ളിൽ കനമൊന്നുമില്ല, മുട്ട ഇങ്ങനെ നിവർന്ന് വെക്കും. ആദ്യത്തെ ദിവസം കിട്ടിയത് പൊട്ടിച്ച് നോക്കി, അപ്പോൾ അതിൽ പാടൽ മാത്രമുണ്ട്. പിന്നെ മൂന്നാമത്തെ ദിവസത്തെ കൂടി ഇരിക്കും. ധാരാളം കോഴിയുള്ളത് തന്നെ കൊണ്ട് അവർ ശ്രദ്ധിച്ചില്ല. പറഞ്ഞു ഇന്നലെ ഞാൻ വിളിച്ചു പറഞ്ഞു മറ്റു കോഴികളിൽ പെടക്കോഴികൾ മുട്ടയിടാതിരിക്കുമ്പോൾ കൂടി ഇരിക്കണ കാണാറുണ്ട്. അപ്പോൾ അവർ ഓടിച്ചു വിടും, എന്നാലും അവൻ ഒരുമിച്ച് കയറി ഇരിക്കണ കാണാറുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ മുട്ടയൊന്നും അവർ ശ്രദ്ധിക്കാറില്ല. വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ അവരും പറഞ്ഞു അവർക്ക് 2-3 മുട്ട ഇതിന് വ്യത്യസ്തമായി കിട്ടി. പക്ഷേ എല്ലാ കോഴികളിലും ഉള്ളാനുണ്ട് എന്താ അറിയില്ലല്ലോ, അപ്പം അത് കാരണം അവർ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞു. ഏതായാലും ചാത്തമംഗലത്തെ ഈ മുട്ടയിടുന്ന പൂവൻകോഴി നാട്ടുകാരുടെ കൗതുകമായി മാറിയിരിക്കുകയാണ്. ഇവിടെ പൂവൻകോഴി മുട്ടയിട്ടു എന്ന് നമ്മുടെ ചേട്ടൻ വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ എല്ലാവരും കൂടി ഇവിടെ വന്നത്. അപ്പോൾ പെട്ടെന്ന് പൂവൻകോഴി മുട്ടയിട്ടു എന്ന് പറയുമ്പോൾ നമുക്കൊരു അത്ഭുതമാണ്. അപ്പോൾ ഇനിയിപ്പോൾ വെറുതെ പറഞ്ഞായിരിക്കുന്നതാണ് ആദ്യം വിചാരിച്ചത്. പൂവൻകോഴി മുട്ടയിട്ടു എന്ന് പറഞ്ഞപ്പോൾ, പക്ഷെ തുടർച്ചയായി 3 ദിവസം മുട്ടയിട്ടു എന്ന് പറഞ്ഞപ്പോൾ നമുക്കും അതിലൊരു ജിജ്ഞാസ തോന്നി. നമ്മളന്ന് മാധ്യമങ്ങളെയൊക്കെ അറിയിച്ചു തന്നു ഇങ്ങനെ സംഭവം ഉണ്ടെന്ന്. നമ്മൾ ഡോക്ടർ മൃഗാസ്പത്രിയിലെ കണ്ണമംഗലം മൃഗാസ്പത്രിയിലെ ഡോക്ടറെ വിവരം അറിയിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ മുട്ടയിടുന്നതിനെക്കുറിച്ച് നമുക്ക് വലിയ ധാരണയൊന്നുമില്ല. പക്ഷേ ഇവിടെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊല്ലാനായിട്ട് കൊണ്ടുവന്ന കോഴിയാണെന്ന് പറയുന്നു. കാഴ്ചയിൽ 100% പൂവൻ കോഴിയാണ് കാഴ്ചയിൽ. മറ്റ് എന്താണ് അതിലെ സംഭവങ്ങളെന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. ഇപ്പോൾ അവർ പൂവൻ കോഴി മാത്രമായിട്ടൊരു കൂട്ടിലാണ് ഇട്ടിരിക്കുന്നത്. വേറെ ഒരു കോഴികളും ആ കൂട്ടിൽ ഇല്ലാതാണ്. 3 ദിവസം തുടർച്ചയായിട്ട് ആ കോഴി ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ മുട്ടയിടുക എന്ന് പറയുമ്പോൾ വേറെ ഒരു ഗ്യാപ്പ് പോലും അതിനകത്തേക്കില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇത് പരിശോധിക്കേണ്ടതാണ്. ക്യാമറമാൻ സുകേഷ് വല്ലിങ്ങിയോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും രേവതി സുബ്രഹ്മണ്യൻ, UTV ന്യൂസ്, പാലക്കാട്.